ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു പുതിയൊരു AVR ആണ്. അതായത് DX5151 എന്ന് പറയുന്ന ഓഡിയോക്സിന്റെ പുതിയൊരു AVR റിസീവർ ആണ് പരിചയപ്പെടുന്നത്. അതായത് ഓഡിയോയും വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അടിപൊളി റിസീവർ. അപ്പോൾ അതിന്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂയിലേക്കും അതുപോലെ തന്നെ അതിന്റെ ഒരു ടെസ്റ്റും വീഡിയോയിലേക്കാണ് ഇന്ന് പോകുന്നത്. ഇതാണ് നമ്മളെ പറഞ്ഞ AVR റിസീവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഇതുപോലെ ഒരു മാനുവൽ വരുന്നുണ്ട്. ഈ മാനുവൽ നമ്മൾ കെയർഫുൾ ആയിട്ട് തന്നെ വായിക്കുക. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിന്റെ കൂടെ വരുന്ന റിമോട്ട് എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു റിമോട്ട് തന്നെയാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ഞാൻ ഇത് ഓൺ ചെയ്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ കാണിച്ചു തരാം. ഇവിടെയാണ് ഇതിന്റെ പവർ ബട്ടൺ വരുന്നത്. അതിൽ അടിയിൽ ഒരു ലൈറ്റും ഓൺ ആയിട്ട് കാണാം. പിന്നെ ഓഡിയോക്സിന്റെ ഒരു മോഡൽ നമ്പർ എഴുതിയിട്ടുണ്ട്, AX5151HD AV സറൗണ്ട് റിസീവർ ആണ്, അതായത് ഡിജിറ്റൽ സറൗണ്ടിങ് റിസീവർ. പിന്നെ നമുക്കിതിലേക്ക് USB കൊടുക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ ഇത് ഡിജിറ്റൽ ഇൻപുട്ടുകൾ സെലക്ട് ചെയ്യുന്നതാണ്. USB, കോയാക്സൽ, ഒപ്റ്റിക്കൽ, HDMI, HDMI 2, HDMI 3, USB. അടുത്തത് അനലോഗ് ഇൻപുട്ടുകളാണ്. FM, DVD, OX, 5.1 ചാനൽ ഇൻപുട്ട്. ഇത്രയും നമുക്ക് അനലോഗ് ഇൻപുട്ടുകൾ കൊടുക്കാൻ സാധിക്കും. പിന്നെ ഇത് നമുക്ക് USB സെലക്ട് ചെയ്തിട്ട് നെസ്റ്റും പ്രീവ്യൂ ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ അടുത്തൊരു മ്യൂട്ട് ഫംഗ്ഷൻ വരുന്നുണ്ട്. പിന്നെ അടുത്ത് വരുന്നത് ചാനൽ മോഡാണ്. അതായത് നമുക്കിതിലിങ്ങനെ സെലക്ട് ചെയ്തിട്ട്, അതായത് നമുക്കിതിലിപ്പം USB കൊടുത്തിട്ട് നമുക്കിതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യാൻ സാധിക്കും. 5.1 വേണോ അതുപോലെ 2.1 വേണോ എന്ന രീതിയിൽ ചാനൽ മോഡ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. 2.1 ആണെങ്കിൽ 2.1 എന്ന രീതിയിൽ 2 സ്റ്റീരിയോയും ഒരു സബ് എന്ന രീതിയിൽ വർക്ക് ചെയ്യും. 5.1 ആണെങ്കിൽ സറൗണ്ടും കൂടെ കിട്ടുന്ന രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അടുത്ത് പിന്നെ മെനു ഓപ്ഷൻസ് ആണ്. മെനുവിൽ നമുക്ക് പ്രസ് ചെയ്യുമ്പോഴത്തേനും ബാസ്, ഈ ട്രെബിളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതുപോലെ ലെഫ്റ്റ് റൈറ്റ്, സബ്, സറൗണ്ട്, സെൻറ്റർ, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ് എന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് നമുക്ക് മെനു ബട്ടൺ ആണ്, അതായത് മൈക്കിൻ്റെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇതിലേക്ക് നമുക്ക് 2 മൈക്ക് ഇൻപുട്ടുകൾ കൊടുക്കാം. മൈക്ക് നമ്മൾ കൊടുത്തിട്ട് മൈക്കിൻ്റെ ഡിലേയും എക്കോയും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അതായത് ഇത്രയും പൈസയ്ക്ക് നമുക്ക് ഇതെല്ലാ ഓപ്ഷനും കൂടി ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയി കിട്ടുകയാണ്. ഇതൊരു മൾട്ടി ഫംഗ്ഷണൽ റോട്ടറി എന്ന രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ അതിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും എന്ന രീതിയിൽ. കാണുമ്പോൾ എന്തായാലും അടിപൊളി ഒരു ലുക്ക് തന്നെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഒരു ഹൈ ക്വാളിറ്റി സെറ്റപ്പ് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് വരും. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഒപ്റ്റിക്കലും ഒരു കോയാക്സും ഇവിടെ കൊടുക്കാൻ സാധിക്കും. പിന്നെ 3 HDMI പോർട്ടുകൾ വരുന്നുണ്ട്. ഒരു ARC ഔട്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ARC ഇന്നും കൊടുക്കാം. പിന്നെ അടുത്തത് FM-ൻ്റെ ഓഡിയോ ജാക്കാണ്. നല്ലൊരു ക്വാളിറ്റി FM ഇതിന് കിട്ടുന്നുണ്ട്. പിന്നെ 2 സ്റ്റീരിയോ ഇൻപുട്ടും പിന്നെ ഒരു DVD ഇൻപുട്ടുമാണ് വരുന്നത്. അതായത് ഒരു 6 ചാനൽ ഇൻപുട്ട് ഇതിലേക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ ഇതിലേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു സബ് ഔട്ട്, ഇവിടെ ഒരു സബ് ഔട്ട് നമുക്ക് കാണാം. ഇതാണ് സ്പീക്കർ ഔട്ട് വരുന്നത്. സ്പീക്കർ ഔട്ടിന് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബനാന ജാക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സബ്ബാണ് വരുന്നത്. പിന്നെ സെൻറ്റർ, സറൗണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട്, റൈറ്റ്, ലെഫ്റ്റ് എന്ന രീതിയിൽ. ഇത് 4 to 8 ഓംസിലുള്ള സ്പീക്കറുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ അവരുടെ മോഡൽ നമ്പരും ബാക്കിയുള്ള ഡീറ്റെയിൽ ആണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. പവർ സോക്കറ്റ്, ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്.
ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഡിസൈൻ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ക്യാബിനിലേക്ക് വരുവാണെങ്കിലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ക്യാബിന് തന്നെയാണ് ഈ റിസീവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫ്രണ്ട് റൈറ്റ് ലെഫ്റ്റും സബിനും 100 എന്ന രീതിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ബാക്ക് സറൗണ്ട് സെന്ററിനും കൂടെ 18 വാട്ട്സ് ആണ് വരുന്നത്. എന്നാൽ പോലും നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു മൾട്ടിപ്പിൾ ഇൻപുട്ടുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് 3 HDMI ഇൻപുട്ടും ഒരു ARC ഔട്ട്, അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ കൊയാക്സ് വരുന്നുണ്ട്, USB വരുന്നുണ്ട്, ബ്ലൂടൂത്ത് വരുന്നുണ്ട്, റേഡിയോ വരുന്നുണ്ട്, മൈക്ക് വരുന്നുണ്ട്. അതായത് ഫുൾ പാക്കേജിലാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ പ്രൈസും ആ രീതിയിലാണ്. ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള ഒരു നമുക്ക് ഡീപ്പ് ബേസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ AVR സംബന്ധമായിട്ട് വരുന്നത്. എന്തായാലും ഈ റേറ്റിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. നല്ലൊരു പെർഫോമൻസും തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പ്രൈസ് ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇത് നമ്മുടെ സൈറ്റിലും അവൈലബിൾ ആണ്, ആവശ്യക്കാർക്ക് ഇത് മേടിക്കാവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ലൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.